തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന് ആ ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയിലിരുന്ന് നാം വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം ഒരുക്കി. ഇന്ന് രാവിലെ സമയവും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം നമ്മെ ഒരുക്കിയ കർത്താവിന്റെ കൃപയ്ക്ക് നന്ദി. വളരെ സന്തോഷത്തോടുകൂടെ ഓൺലൈനിലും അപ്പോൾ തന്നെ ദൈവസാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ അനുഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് വലിയ അനുഗ്രഹത്തോടെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് നാം നിരന്തരമായി ഒരു മടിയുമില്ലാതെ ഹൃദയ വിശാലതയോടുകൂടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലെ അത്ഭുതങ്ങളും നാം നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉപവാസങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുത മറുപടി തരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലരുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും കൂടെ ദയവായിട്ട് വായിച്ചരാമോ? Acts chapter 3 verses 5 and 6 രണ്ട് വാക്യം. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി മുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. നാം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വളരെ ആഴമായി ചിന്തിച്ചും പഠിച്ചും നാം ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ ദൈവാത്മാവ് നമുക്ക് ചെയ്യും എന്നുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നാം ഈ മാസത്തിന്റെ ആരംഭം കുറിച്ചപ്പോൾ തന്നെ പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ, പ്രതീക്ഷിക്കാത്ത അവകാശങ്ങൾ, പ്രതീക്ഷിക്കാത്ത വഴികൾ, പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നമ്മെ സഹായിക്കാൻ വരുന്ന ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ നാം ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങൾ ഒക്കെ നാം കാത്ത് മനസ്സിലാക്കി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നാം പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യം കൂടെ നമുക്ക് ഇന്ന് രാവിലെ അനുഭവിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യം എന്ന തലക്കെട്ടോടുകൂടെ ഈ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ വചനത്തിലേക്ക് വരാം. സ്തോത്രം. 4:22. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യന് 40-ലധികം വയസ്സ് പ്രായമുണ്ട്. ആ വാക്ക് ഓർത്തോണം. നമ്മുടെ അത് പ്രസവം ചെയ്യാനാണ്. 40ഓളം വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം സൗഖ്യം ഇവിടെ അനുഭവിക്കുന്ന കാര്യം നമുക്കിതിന്റെ പശ്ചാത്തലം മുഴുവനും അറിയാം. ഞാൻ ഈ വാക്യത്തിന് 28 അധ്യായവും വളരെ ഗൗരവത്തോടെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതിന്റെ ദൂതുകൾ ഞാൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ടുണ്ട്. അതിന്റെ ഊർജം എന്റെ അകത്തും ഇപ്പോഴും ഉണ്ട്. ആ അപ്പോസ്തലപ്രവൃത്തി കിടക്കുന്ന വെളിപ്പാടിന്റെ ആഴം ഞാൻ എപ്പോഴും എന്റെ ശുശ്രൂഷയിലും വ്യക്തി ജീവിതത്തിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം പ്രസംഗിക്കാൻ എനിക്ക് അധികം ആർത്തിയുള്ള ഒരു പുസ്തകമാണ്. കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നതിനേക്കാളും നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നാണ് നമുക്ക് ഈ വചനത്തിന് കൊടുക്കേണ്ട മേഖലകൾ. 5 വാക്യങ്ങളും 28 അധ്യായം കൊണ്ട് പൊതിയപ്പെട്ട ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് 1-ാം അധ്യായം നമുക്കറിയാം. ദൈവത്തോട് നിന്ന് കേട്ട, ക്രിസ്തുവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം കർത്താവ് പ്രബോധിപ്പിച്ചിട്ട് പോകുന്ന വാക്ക് അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു. അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കാത്തിരുന്നുകൊണ്ട് അവർ പറഞ്ഞ വാക്കാണ്, ശക്തി ലഭിച്ചതിന് ശേഷം യെരൂശലേമിലും യഹൂദിയിലും അവൻ ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന വാക്ക് പറഞ്ഞു. അവൻ 2-ാമത്തെ വാക്യം, അവരെ കാത്തിരുന്നുകൊണ്ട് പെന്തിക്കോസ്ത് നാൾ വന്നു എന്ന വാക്ക് കേട്ടു. എന്നാൽ പെന്തിക്കോസ്ത് നാൾ വന്നതുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് അവർ ഇരുന്നിരുന്ന വീട് മൊത്തം പരിശുദ്ധാത്മ നിറച്ചുവെന്നും അവൻ പരിശുദ്ധാത്മാവിനെ വരവോടുകൂടെ അഗ്നി ജ്വാല പോലത്തുള്ള നാവുകൾ അവർക്ക് പ്രത്യക്ഷമായെന്നും അവർ പറഞ്ഞു. ആരാധിക്കുന്ന കണ്ടു. അത് 120 പേർ
ആ ഒരു അഭിഷേകത്തിൽ ആരാധിച്ചത്. രണ്ടാമത്തെ എഴുത്ത് വായിക്കുന്നു, അത് മാളിയ മുറിക്കകത്തായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അകത്തുനിന്നൊരു അത്ഭുതമാണ്. ശ്രോത്ര, വീട്ടിന്റെ അകത്തുനിന്ന് അത്ഭുതം പ്രാപിച്ചത് അത് വീട്ടിന്റെ വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു രംഗമാണ്. മൂന്നാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുവാക്കെ ഒന്നുകൂടി പറയാം. അകത്തെ പ്രാർത്ഥനകൾ, അകത്തു നിന്നും പ്രാപിച്ച അത്ഭുതങ്ങൾ, അകത്തു നിന്നും പ്രാപിച്ച ഉയർച്ചകൾ അത് പ്രത്യക്ഷത്തിൽ തെളിവായി കാണണം. അത് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ചിന്തയാണ്. കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? അപ്പോൾ അകത്തിരുന്ന് 10 ദിവസം കൃത്യന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച അവന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ പ്രത്യക്ഷമായിട്ട് മൂന്നാമത്തെ കാണുമ്പോൾ പ്രാർത്ഥന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ദാസന്മാരെ പത്രോസും യോഹന്നാനും പോകുന്ന രംഗമാണ്. അവർ പോകുമ്പോൾ ഒത്തിരി ഭിക്ഷക്കാരെ കണ്ടു. ഒത്തിരി ഭിക്ഷക്കാർ കൈനീട്ടിട്ടുണ്ടായിരിക്കാം. ഒത്തിരി വ്യക്തികൾക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അന്ന് കൊടുക്കാൻ മറ്റൊന്നുമില്ല. അന്ന് കൊടുക്കാൻ അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ മാത്രമേ കൊടുക്കാനുള്ളൂ. ഒരു ചെറിയൊരു ചിന്ത കൂടി നമുക്ക് തരാം. പ്രാപിച്ചതല്ലേ ആദ്യം കൊടുക്കാൻ പറ്റൂ. 2, ഉള്ളതല്ലേ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. പ്രാപിച്ചതേ കൊടുക്കാൻ പറ്റൂ, ഉള്ളതേ കൊടുക്കാൻ പറ്റൂ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ ദിവസം ഞാൻ ബൈബിൾ ഞാൻ റെഗുലറായിട്ട് വായിച്ചു വരുമ്പോൾ എനിക്ക് ആ ഒരു അടുക്കടുക്കായിട്ട് വചനത്തിന്റെ വെളിപ്പാട് കിട്ടുമ്പോൾ വേറൊരു മേഖലയിലേക്ക് എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. ഈ വായിച്ച് പ്രാപിച്ച പ്രസംഗം മാത്രമേ എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂ. ശ്രോതാ, പ്രൈസ് ഗോഡ്. ഞാൻ ഇന്നലെ മുതൽ ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കാൻ തുടങ്ങി. ആ ന്യായാധിപ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ അകത്ത് വേറൊരു തരത്തില് മെസ്സേജ് ഇങ്ങനെ തിളച്ചു നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എനിക്ക് പ്രസംഗിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മേഖല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം, അപ്പോൾ അവർ പ്രാപിച്ചത് അവർ കൊടുക്കാൻ പറ്റും, അവര് കയ്യിലുള്ളത് അവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം 10 ദിവസങ്ങൾ പ്രാപിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. അവരെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ ഉള്ളൂ. ഓർത്തോണം, അവർ അധ്വാനിക്കാൻ പോയിട്ടില്ല, അവർ ജോലി ചെയ്യാൻ പോയിട്ടില്ല, അവർ ഫണ്ട് പിരിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് അവരെ പോക്കറ്റിനകത്തോ പേഴ്സിനകത്തോ അവർ സമ്പത്തൊന്നും കയ്യിലില്ല. അവർ 10 ദിവസം അവർ പ്രാപിച്ചത് മൊത്തം പരിശുദ്ധാത്മാവിനെയാണ്. കരമൊന്ന് അടിച്ചാത്മാവ് പറയാം, ഈ ഭാഷ പ്രാർത്ഥനയിൽ അവർ ദൈവങ്ങൾ പ്രാപിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ ആയിരിക്കണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവായിരിക്കണം. മറ്റു ഒന്നുമില്ലാതെ ഉത്തമമാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് അത് പ്രാധാന്യമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറിക്കകത്ത് നാം പ്രാപിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ രഹസ്യ പ്രാർത്ഥനയിൽ ആ കൈവശമാക്കിയത് പരിശുദ്ധാത്മാവിനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റും. പാപം ആ ദരിദ്രനായ സമ്പത്തില്ലാത്ത 40ഓളം വയസ്സ് പ്രായമുള്ള ആ മുടന്തനായ ചെറുപ്പക്കാരൻ കൈനീട്ടിയപ്പോൾ 5-ാമത്തെ വാക്യം 3-5 വായിച്ചത് അവനും വല്ലതും കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഉപദേശന്മാര് പേഴ്സണാലിറ്റി കണ്ടു കഴിഞ്ഞാൽ വല്ല ഉണ്ടെന്നേ തോന്നത്തുള്ളൂ. കഴിഞ്ഞതിന്റെ ഇന്നലെയോ കഴിഞ്ഞാണോ ബീര എന്നൊരു കാര്യം ഓർപ്പിച്ചു. ഞാൻ സ്റ്റക്കായിപ്പോയി. അത് പരസ്യമായിട്ട് പറയാൻ ഇപ്പോൾ എന്റെ മാനസികാവസ്ഥ ശരിയാത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അത് അല്പം കൂടി ദിവസം മുമ്പിൽ നീ ആ വാക്ക് പറയാത്തത് നമുക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റുമല്ലോ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് വന്ന ഒരു മാനസികമായ ഭാരത്തിൽ അത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അന്ന് ഞങ്ങൾക്ക് വന്നുപതിച്ച ഒരു മാനസിക ഭാവം അത് എനിക്ക് മാത്രമേ അറിയാവൂ. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിവാഹ ദിവസത്തിന്റെ ആ സമയമായി 2003 കാര്യമാണ്. എന്നാൽ ആ പുണ്യപ്രദ അത് ഇന്നലെ കഴിഞ്ഞ ദിവസം പിന്നെ ഓർപ്പിച്ചപ്പോഴാണ് എനിക്കത് അല്പം കൂടി ഒന്ന് വേദനയും വന്നു. എനിക്ക് അല്പം ഒരു വിഷമം ഒരു വാക്കാരണമായി. ഞാൻ പറഞ്ഞ അർത്ഥം ചിലത് ഉപദേശന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒന്നുമില്ലാത്തൊന്നും പറയത്തില്ല, അവർക്ക് എന്തോ ഉണ്ടെന്നേ പറയത്തുള്ളൂ. അപ്പൊ പത്രോസിന്റെ യോഹന്നാന്റെ പേഴ്സണാലിറ്റി കണ്ടു പോരായെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു വരുന്ന തേജസ്സുണ്ട്. പറയാമോ? 10 ദിവസം രഹസ്യമായിരുന്നു പോയിരുന്ന് 10 ദിവസം 120 പേരെന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ചും ജാഗരിച്ചും വെളിപ്പാട് പ്രാപിച്ചും ആത്മാവിനെ പ്രാപിച്ചും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കരഞ്ഞപേക്ഷിച്ച് കാത്തിരുന്ന പിതാവ് ദൈവത്തെ ഏകന പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോയ കാര്യം അനുസരിച്ചുകൊണ്ട് അവർ ദൈവസന്നിധി യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ
കാത്തിരിക്കണമെന്ന് പറഞ്ഞ ആ അനുസരണ വാക്ക് കേട്ടുകൊണ്ട് അനുസരിച്ചിരുന്ന് പ്രാപിച്ചതായ ആ പ്രാർത്ഥന അഭിഷേകത്തോടുകൂടെ അവർ പുറത്തിറങ്ങി ആലയത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മുഖത്തെ തേജസ്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സമ്പന്നനെ പോലെ തുറത്തക്കവന്ന അന്തരീക്ഷമുണ്ടായി. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയാ, മറ്റൊന്നുമില്ല എങ്കിൽ പോലും പരിശുദ്ധാത്മാവിന്റെ ഭാഗത്തേക്ക് ആവേശിച്ചാൽ അവൻ നമ്മുടെ ജനത്തിന്റെ, നമ്മുടെ മുഖം, നമ്മുടെ ഭാവം, അവൻ നമ്മെ കാണുന്നവർക്ക് തോന്നും നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നും. കരമടിച്ച് അവരെ പറയുന്ന അവൻ ദൈവം നമുക്ക് തന്ന ഏറ്റവും വിശേഷപ്പെട്ട സമ്പത്താണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മ എന്ന ആ മികച്ച സമ്പത്ത് നമ്മുടെ അകത്തിരിക്കുന്ന കാലമത്രയ അവൻ നാം വ്യത്യസ്തയാണ്, വ്യത്യസ്തരായി മാറും. അവൻ നമ്മെ കാണുമ്പോൾ കൈ നിന്നത്തക്കവണ്ണ ദൈവം നമ്മെ അവരുടെ മുമ്പാകെ ശ്രേഷ്ഠനും മാന്യമാക്കി മാറ്റുക. അതിന് കാരണം പരിശുദ്ധാത്മാവ് എന്ന കാലം നമ്മുടെ അകത്തേക്കുള്ള ഒറ്റ കാരണത്താലാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യമാണ് എനിക്ക് അധികം പ്രസംഗിക്കാൻ ഉത്സാഹം. കാര്യം ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നിടത്തൊക്കെയും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെല്ലാവരും അന്യഭാഷയിൽ നൃത്തം ചവിട്ടി കരഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകവും എന്നെ കുറിച്ച് ഉദ്ദേശമല്ല പലപ്പോഴും ശുശ്രൂഷയിൽ ഞാൻ തിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ അർത്ഥം, ഈ ചെറുപ്പക്കാരനായ, ഈ ദരിദ്രനായ, ഈ മുടന്തനായ മനുഷ്യൻ ഇവരുടെ പേഴ്സണാലിറ്റി കണ്ടപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റി എന്തൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് കൈനീട്ടിയ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കൈനീട്ടിയപ്പോൾ അവർക്ക് അല്പം വിഷമം തോന്നി. പത്രോസിന് യോഹന്നാന് വിഷമം തോന്നി. അവൻ കൈനീട്ടിയവൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയല്ല കൈനീട്ടിയത്. കൈനീട്ടിയവൻ അവൻ ദൂതിന് വേണ്ടിയല്ല കൈനീട്ടിയത്. കൈനീട്ടിയവൻ അവൻ ഒരു ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല കൈനീട്ടിയത്. കൈനീട്ടിയവൻ മറ്റൊരു ഭൗതിക മേഖലയ്ക്ക് വേണ്ടിയാണ്. അവൻ കൈനീട്ടിയ ആത്മീയത്തിന് വേണ്ടിയല്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഈ വർഷം ഞാൻ പറയാം, അവൻ ചെറു കൈനീട്ടുന്നത് അതിനു വേണ്ടിയായിരിക്കാം. പക്ഷേ നമുക്ക് അത് കൊടുക്കാനില്ലെങ്കിൽ മറ്റൊന്ന് കൊടുക്കാനുണ്ട്. കൊടുക്കാനുള്ള കാര്യം പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇരുന്നപ്പോ 95 ഞാൻ ബൈബിൾ കോളേജിൽ 2ാം പ്രാവശ്യം പഠിക്കാൻ പോയപ്പോൾ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയ അധ്യാപകനുണ്ട്. അദ്ദേഹം കാനഡയിലെ പാസ്റ്ററാണ്. അദ്ദേഹം ഞാനുമായിട്ട് അധ്യാപകനാണെങ്കിലും ഞാനും ആ ദൈവദാസനും ഒരു കൂട്ടുകാരെ പോലെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുമായിട്ട് ഇപ്പോഴും സാറെന്ന് കാലുപരിയായിട്ട് ഞങ്ങളിപ്പോൾ കൂട്ടുകാരന്മാരെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോഴും ആ ആത്മീയ അന്തരീക്ഷം, സഹോദരി ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പോഴും അവരെന്നെ ശുശ്രൂഷിക്കേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോഴും ഒരു അധ്യാപകനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഈ അധ്യാപകൻ പറഞ്ഞ വാക്കേണ്ട, അന്ന് ഞാൻ പ്രസംഗിക്കാൻ പുറത്തു പോകുന്നവരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ വാക്കാണ്, ക്രിസ്ത്യൻ പ്രസിദ്ധനേക്കാൾ വിശ്വസ്തനാണ് ഏറ്റവും നല്ലത്. പ്രശസ്തൻ ഒരിക്കൽ പോലും വിശ്വസ്തനാകുന്നില്ല, വിശ്വസ്തൻ ഒരിക്കൽ പോലും പ്രസിദ്ധനാകുന്നില്ല. ഞാൻ ആവർത്തിക്കുന്ന ഒരു പ്രാവശ്യം കൂടി എന്നോട് പല വാക്കാണ്, ഒരിക്കലും വിശ്വസ്തനാകത്തില്ല, പ്രസിദ്ധനാകത്തില്ല. 2, പ്രസിദ്ധനായിരിക്കലും ഒരിക്കലും വിശ്വസ്തനാകത്തില്ല. അത് ഞാൻ എന്റെ ഡയറിക്കകത്തോടെ കുറിച്ചിട്ടു, എന്റെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചിട്ടു. ഇന്നും ഞാൻ ആ പദങ്ങൾ എന്റെ ഹൃദയത്തിനകത്ത് വെച്ച് സഞ്ചരിക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞർത്ഥം, പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ കയ്യിൽ പണം കാണത്തില്ല, പണമുള്ളവന്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് കാണുമെന്നും അധികം തോന്നുന്നില്ല. സ്വതന്ത്രം കിട്ടുമായിരിക്കാം, ഞാൻ സ്ഥാപിക്കുന്നില്ല. എന്റെ ചിന്ത ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ആവർത്തിക്കാം, പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ കയ്യിൽ സമ്പത്തിന്റെ കുറവുണ്ടായിരിക്കാം, പക്ഷേ സമ്പത്തുള്ളവന്റെ കയ്യിൽ പരിശുദ്ധാത്മാവിന്റെ കുറവുണ്ടായിരിക്കാം. മനസ്സിലായെങ്കിൽ ഒരു സ്വതന്ത്രം ചെയ്യണം. ഇവിടെ അമ്മ കൈനീട്ടി, പണം കിട്ടുമെന്ന് കൈനീട്ടി. അവൻ തപ്പി നോക്കി, എന്റെ പോലെ അത് നിന്നെ ഉദ്ദേശിക്കുന്ന പോലത്തെ സമ്പത്തിന് കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉള്ളത്, ആ പദമാണ് ഹൈലൈറ്റ് ചെയ്ത വാക്ക്, ഞങ്ങൾക്ക് ഉള്ളത് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നീ ചിലപ്പോൾ അത് പ്രതീക്ഷിക്കത്തില്ല. നീ ഒരിക്കൽ പോലും ചിന്തിക്കത്തില്ല അത് എനിക്കുള്ളത് നിനക്ക് തരുന്നു, ഞങ്ങൾക്ക് നിനക്ക് തരുന്നു പറഞ്ഞാൽ നീ പ്രതീക്ഷിച്ചത് പണമായിരിക്കാം. പക്ഷെ നീ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് രാവിലെ തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയാം, പ്രതീക്ഷിക്കുന്നത് ഞാൻ ചോദിക്കുമെങ്കിൽ
സാഹചര്യത്തിൽ അവൻ നാം പ്രതീക്ഷിക്കാത്ത ഏറ്റവും അതിശ്രേഷ്ഠമായ കാര്യം നമ്മെ തന്നു ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. മനുഷ്യ ബുദ്ധിക്കകത്ത് പരിമിതി കൊണ്ട്, പക്ഷെ ദൈവത്തിന് ബുദ്ധിക്ക് പരിമിതിയില്ല. അപ്രമേയ ദൈവമാണ്. നാം ചിന്തിക്കുന്നത് അപ്പുറമായിട്ടാണ്. പരിശുദ്ധാത്മ കരമടിച്ച് സ്തോത്രം ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന ദൈവമാണ്. പത്രോസ് യോഗത്തിന്റെ വാക്ക്, അയ്യോ ഞങ്ങളുടെ കൈക്കകത്ത് അതില്ലല്ലോ മക്കളെ, ഞങ്ങളുടെ കയ്യിൽ അതില്ല. പിന്നെ എന്താ ഉള്ള? കൈ പിടിച്ചു, കൈ കൊടുത്തു. കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് 40ഓളം വയസ്സ് പ്രായമില്ലേ? അമ്മയുടെ ഉദരം മുതൽ നീ ആരായിരുന്നു? നീ മുടത്തനായിരുന്നു. പക്ഷെ നീ പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യം നിനക്ക് തരാൻ എന്റെ പക്കലുണ്ട്. ഞാനൊരു കാര്യം കൂടെ ആ വാക്ക് പറയാം. എനിക്ക് അല്പം വിശാലമായിട്ട് പറയണമെന്നുണ്ട്. മറ്റു സമയം കണ്ട് നമ്മളിപ്പോൾ സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആ വാക്കിന്റെ വെളിപ്പാട് നോക്കണം. ഈ ടെമ്പററി ഉയർച്ച മനുഷ്യന്റെ ഉയർച്ചയാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ ഉയർച്ചയാണ്. ദൈവത്തിന്റെ ഉയർച്ച പെർമനന്റ് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി നമ്മെ സഹായിച്ചാൽ സന്തോഷം, ആ സഹായം നല്ലതാണ്. പക്ഷെ ആ വ്യക്തിയെ അവന്റെ സ്വന്തം കാര്യം പിടിച്ചു നിർത്തി അവൻ അധ്വാനിച്ച് തല ഉയർത്തുവാൻ തക്കവണ്ണം വഴി വെട്ടി തുറന്നു കൊടുക്കുന്നതാകുന്നു ഏറ്റവും ഭാഗ്യമാവേദന. മനസ്സിലാകുന്നുണ്ടോ? ഏതൊരു വ്യക്തി ആരെ എപ്പോഴും സഹായിച്ചാൽ സഹായിക്കുന്ന വ്യക്തിക്ക് പരിമിതി ഉണ്ട്. പക്ഷേ അവൻ സൗഖ്യം പ്രാപിപ്പാൻ കൊതിക്കുന്ന വ്യക്തി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അവന് സ്വയമായിട്ട് തന്നെ ക്ലച്ചുപിടിച്ച് കയറാൻ പറ്റുമെങ്കിൽ അതാണ് പുസ്തകത്തിന്റെ സൗഖ്യം, അതാണ് പുസ്തകത്തിന്റെ വിടുതൽ, അതാണ് പുസ്തകത്തിന്റെ അനുഗ്രഹം, അതാണ് പുസ്തകം വിവക്ഷിക്കുന്ന വിവിധ പ്രത്യേകത. എങ്കിൽ അവന് പറയാം, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അവൻ ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ പൈസ തന്ന, ഒരു കൂടുതൽ പേര് പൈസ എന്ന് പറയുമ്പോൾ പറഞ്ഞു, കുഞ്ഞെ നീ ആരൊക്കെ ആശ്രയത്താലാണ് ഇതിലോ എത്തുവാൻ കാരണമായത്. പക്ഷെ നീ ആരെയും ആശ്രയിക്കാതെ നീ സ്വന്തം നിൽക്കത്തക്ക നിലയിൽ അവൻ ഞാൻ നിന്റെ മേൽ എന്റെ ദൈവം തന്ന അഭിഷേകത്തെ അവൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യ പത്രോസിന്റെ യോഗന്റെ കൈയാല് അവന്റെ രംഗത്തേക്ക് വെളിപ്പെട്ടു വന്നതുപോലെ ഇന്ന് അവനെ പ്രതീക്ഷിക്കാത്ത സൗഖ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ നമ്മുടെ തലമുറയ്ക്ക് പ്രതീക്ഷിക്കാത്ത സൗഖ്യം വരുന്നുണ്ട്. നമ്മുടെ കൂടാരത്തിനകത്തേക്ക് പ്രതീക്ഷിക്കാത്ത സൗഖ്യം വരുന്നുണ്ട്. അവൻ നമ്മുടെ കൂടാരത്തിൽ പിതാക്കന്മാരുടെ മേല് മാതാ കിടക്കുന്ന യോഗാത്മാവിന്റെ കെട്ടിന് അവൻ ഇന്ന് രാവിലെ സൗഖ്യമാക്കുന്നുണ്ട്. ദീർഘവർഷങ്ങളുടെ യോഗങ്ങൾ, അവൻ ദീർഘവർഷങ്ങളുടെ വെല്ലുവിളികൾ, അവൻ ദീർഘവർഷങ്ങളുടെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനാൽ അവൻ പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യം ദൈവാത്മാവിൽ കൈമാറുകയാണ്. കരമടിച്ചാത്തോട് പറയാ, ഇന്ന് രാവിലെ സൗഖ്യം തരികയാണ്, ഇന്ന് രാവിലെ വിടുവിക്കുകയാണ്, ഇന്ന് രാവിലെ അത്ഭുതമാക്കിയാണ്. അവൻ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യം ഇന്ന് അവരുടെ ശരീരത്തിലേക്ക് ദൈവാത്മാവായ കരമടിച്ച് പറഞ്ഞ് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. പ്രതീക്ഷിക്കാത്ത സൗഖ്യം, പ്രതീക്ഷിക്കാത്ത സൗഖ്യം, പ്രതീക്ഷിക്കാത്ത വിടുതൽ, ഒരു പ്രതീക്ഷിക്കാത്ത അത്ഭുതം, പ്രതീക്ഷിക്കാത്ത അത്ഭുതം, ഒരു പ്രതീക്ഷിക്കാത്ത സൗഖ്യം, പ്രതീക്ഷിക്കാത്ത സൗഖ്യം, പ്രതീക്ഷിക്കാത്ത സൗഖ്യം. ഞാൻ രണ്ട് വാക്ക് വേഗത്തിൽ വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ അതിന് 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ഓർത്തോണം, അവനൊരു 10 പൈസയോ 10 രൂപയോ കൊടുത്തുവെങ്കിൽ അവന് ഒരു ചായക്ക് മാത്രമേ ആകത്തുള്ളൂ. പക്ഷെ ജനം ഒരിക്കൽ പോലും അവന് സൗഖ്യത്തിൽ അവയൊരുക്കാകത്തില്ല, വിസ്മയവും പരിഭ്രമവും പിടിക്കത്തില്ല. അപ്പോൾ ദൈവം ഒരു സൗഖ്യം തന്നാൽ 10 പേരെ അറിയും. പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതം ചെയ്താൽ നാട്ടുകാരറിയും, വീട്ടുകാരറിയും. ഇവൻ 40 വർഷമായിട്ട് മുടത്തനാ നിന്നവനാണല്ലോ എന്ന് എന്ത് പറ്റി ഇതുവരെ നാട്ടുകാർ പ്രതീക്ഷിക്കാത്ത, വീട്ടുകാർ പ്രതീക്ഷിക്കാത്ത, അവൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം വന്നപ്പോൾ നാട്ടിലെല്ലാം സംസാര വിഷയമായി. ഇത് എങ്ങനെ സംഭവിച്ചു? പത്രോസ് ഒരു വാക്ക് പറയുന്നു. 11-12 വാക്യം ഒന്ന് വായിച്ചു നിർത്താമോ?
മൂന്നാം അധ്യായത്തിന്റെ 11-12 വാക്യം വേഗം. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു. 10 കൊടുത്തുവെങ്കിൽ വാങ്ങിയിട്ട് അവനവന്റെ വഴിക്ക് പോയനെ. ഒരിക്കലും അഭിഷക്തന്മാരോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ ഉദ്ദേശം അല്ല ദൈവത്തിന്റെ ഉദ്ദേശം. നാം പ്രതീക്ഷിക്കുന്നത് അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നാം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കണം. ദൈവം ഒരു സൗഖ്യം കൊടുത്തത് കൊണ്ട് നിങ്ങൾ പറ, പത്രോസിനോട് യോഹന്നാനോട് ചേർന്നുകൊണ്ട് ഒരു അഡ്രസ് ഇല്ലാത്തൊരു മുടന്തനായ ആ ചെറുപ്പക്കാരൻ ചേർന്ന് നിൽക്കുന്നവൻ നിസ്സാര കാര്യമാ? അവൻ പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, നമുക്കറിയാം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഓർക്കുന്ന വാക്കാകുന്നു, പത്രോസ് വായി തുറന്ന് പ്രസംഗിച്ചപ്പോൾ തന്നെ ഒറ്റ പ്രസംഗത്തിൽ തന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 3000 പേരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അത്രയും പ്രസിദ്ധനായ ഒരു മനുഷ്യന്റെ കൂടെ ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ ദൈവം പിടിച്ചു നിർത്തിയെങ്കിൽ അത് ദൈവത്തിന് കൊടുത്ത അത്ഭുതമാണ്. അവൻ പോലും പ്രതീക്ഷിച്ചില്ല അവൻ അഭിഷക്തന്മാരോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്ന്. ഇതിലവനെ പ്രവചിച്ചു പറയാം. അവൻ ഒരു സൗഖ്യം, അവൻ അകന്നു പോകുന്ന അവകാശങ്ങളല്ല, ഒരു സൗഖ്യം അഭിഷക്തന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിടുതലാണെങ്കിൽ കരമടിച്ചു പറഞ്ഞാവേ. അഭിഷക്തന്മാർ പത്രോസിനോട് യോഹന്നാനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ജനം വിസ്മയിച്ചുവെങ്കിൽ ഇതവന് പറയാ ഒരു അഭിഷേകത്തെ സൗഖ്യം. അഭിഷക്തന്മാർ ദൈവത്തോട് ആലയത്തോട് ചേർന്ന് നിൽക്കുന്ന നിലവാരമാണെങ്കിൽ അങ്ങനെ വിടുതൽ ദൈവാത്മ ഇന്ന് രാവിലെ ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് 12-ാമത്തെ വാക്യം, ആമേൻ, 12-ാമത്തെ വാക്യം. ഇത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ. ഞങ്ങളുടെ ശക്തിയോ ഭക്തിയോ അല്ല കാര്യം, അഭിഷേകമാണ് കാരണം. പ്രൈസ് ഗോഡ്. ഞങ്ങൾ അവന് കൊടുത്ത അത്ഭുത സൗഖ്യം ഞങ്ങളല്ല കൊടുത്തത്. ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല കൊടുത്തത്. പിന്നെയോ പരിശുദ്ധാത്മാവൻ ഞങ്ങൾ വന്നതുകൊണ്ട് അവനും അതേ പരിശുദ്ധാത്മാവ് വേണമെന്ന് തിരുഹിതമായതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്തെന്ന് ഒരു ടെസ്റ്റിംഗ് ഡോസ്, അങ്ങനെ ഒരു ടെസ്റ്റ് നടക്കണം. അതിന് ദൈവ ടെസ്റ്റ് ആയിരുന്നു ഈ 40 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ സൗഖ്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇതിനകത്ത് ഒത്തിരി വിവാദങ്ങൾ വന്ന ഒരു അധ്യായം കൂടിയാണ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒറ്റ വാക്ക് പറഞ്ഞ നിർത്താം. ഇനി ആ വാക്കിന്റെ ഒരു വാക്ക് വായിക്കാമോ? 13-ാമത്തെ വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. എന്ന് സംഭവിച്ചു. അവനും ആശ്ചര്യമായി, ഇവർക്കും ആശ്ചര്യമായി, നാട്ടുകാർക്ക് ആശ്ചര്യമായി, 40 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ആശ്ചര്യമായി. 2, സൗഖ്യം പ്രാപിച്ചത് മാത്രമല്ല നാട്ടുകാർക്ക് ആശ്ചര്യമായി. 3-ാമത്തെ വാക്ക്, സൗഖ്യം കൊടുത്തതായ പത്രോസിന് യോഹന്നാനും കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു വിടുതൽ രാവിലെ വരുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത അത്ഭുതം രാവിലെ വരുന്നുണ്ട്. അത്ഭുതം നിസ്സാര അത്ഭുതമല്ല. ഈ വാസപ്രാർത്ഥനയിൽ ദൈവം നമുക്ക് തന്ന പ്രതീക്ഷിക്കാത്ത ഒരു സൗഖ്യമാണ്. രാവിലെ നമ്മുടെ കുഞ്ഞുനോട് പറയാം, കുഞ്ഞെ നീ സൗഖ്യമായി കേട്ടോ. പിതാവിനോട് പറയാം, പിതാവേ അങ്ങ് സൗഖ്യമായി കേട്ടോ. മാതാവിനോട് പറയാം, മാതാവേ അങ്ങ് സൗഖ്യമായി കേട്ടോ. അവൻ നാം പ്രാർത്ഥിക്കുന്നതൊക്കെ പറയാം, നിങ്ങൾ സൗഖ്യമായി കേട്ടോ. കാര്യം എന്നിൽ കൂടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശബ്ദം വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ ഒരു അഭിഷേകം എന്റെ മേൽ നൽകിയിട്ടുണ്ട്. കരമടിച്ചു ആത്മാവ് ശോകം ചെയ്യാം. ഇന്ന് രാത്രി വന്ന് സംസാരിച്ച ആ വെളിപ്പാടുകൾ പറയാ. 40 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാര്, ദീർഘവർഷം വാഴേണ്ടവർ, ദീർഘവർഷങ്ങൾ ജീവിക്കേണ്ടവർ, അനേകം യാത്ര ചെയ്യേണ്ടവർ, നല്ലൊരു ഭാവി വരേണ്ടവർ, ഇവന്റെ കാര്യം കൂടെ മാറ്റി, ഇവനെ ഒരു ഭിക്ഷക്കാരനാക്കി മാറ്റി, എന്റെ വീട്ടിൽ നാട്ടുകാർക്ക് അധികമറ്റാക്കി മാറ്റിയ ആ സ്ഥാനത്തുനിന്ന് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലോടുകൂടെ അത്ഭുതം വന്നുവെങ്കിൽ ഇന്ന് രാത്രി വരുന്നു. നമ്മുടെ ഒരു അഭിഷേകത്തിന്റെ ശക്തിയും സാമീപ്യവും ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവായിരിക്കുകയാണ്. എല്ലാം കണ്ണുമടച്ച് പറയാൻ കർത്താവേ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം ഇന്ന് രാവിലെ എനിക്ക് വേണ്ടി വന്നല്ലോ.
ഞാൻ പ്രതീക്ഷിക്കുന്ന സൗഖ്യം എന്റെ കുടുംബത്തിൽ വന്നല്ലോ, ഞാൻ പ്രതീക്ഷിക്കാത്ത സൗഖ്യം എന്റെ തലമുറയ്ക്ക് കൊടുത്തുവല്ലോ. കർത്താവേ, എന്റെ കുഞ്ഞ് യാത്ര ചെയ്യാനുണ്ട്, എന്റെ കുടുംബം യാത്ര ചെയ്യാനുണ്ട്. ആരുടെ ആശ്രയമില്ലാതെ സഞ്ചരിക്കേണ്ടതുണ്ട്, ഭയമില്ലാതെ യാത്ര ചെയ്യാനുണ്ട്. ആ കുഞ്ഞിന് എന്റെ കുടുംബത്തിലുള്ള പ്രിയ മാതാപിതാക്കൾക്ക് അതിൻ്റെതായ ആരോഗ്യം കർത്താവ് കൊടുക്കണം. പിശാചിന്റെ സകല രോഗത്തിന്റെ കെട്ടുകള് ഇതിരാവിലെ ആത്മാവിൽ ശാസിച്ചുകൊണ്ട് അഭിഷേകത്തോട് നമുക്ക് പറയാം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം